ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹൊസാന അല്ലെ ഓശാന ഞായർ. എല്ലാ ദിവ്യകുർബാനയിലും നമ്മൾ ഓർക്കുന്ന സംഭവമാണിത്. നമ്മൾ കാനൻ എന്ന പ്രാർത്ഥനയുടെ തുടക്കത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹൊസാന എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്നേ ദിവസം ഹൊസാന ഞായറാഴ്ച, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തപസ്സുകാലം പൂർത്തീകരിക്കുവാണ്. ഒപ്പം വിശുദ്ധവാരം നമ്മൾ ആരംഭിക്കുകയാണ്. തപസ്സുകാലം പൂർത്തീകരിക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കയ്യിൽ കുരുത്തോല എണ്ണുന്നത്. ഇന്നേക്ക് കൃത്യം 40 ദിവസം മുമ്പ് വിഭൂതി ബുധനാഴ്ച കഴിഞ്ഞ വർഷത്തെ കുരുത്തോല കത്തിച്ച് ചാരമാക്കി നമ്മുടെ നെറ്റിയിൽ പൂശിക്കൊണ്ടാണ് നമ്മൾ തപസ്സുകാലത്തിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ തപസ്സ അനുഷ്ഠാനത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ എല്ലാം നമ്മുടെ ജീവിതത്തിലെ പരിവർത്തനം നേടുവാൻ പരിശ്രമിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തെ മുഴുവനും കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ, പ്രിയപ്പെട്ടവരെ, ഈ തപസ്സുകാലത്തിലൂടെ മുന്നേറി. എന്നിട്ട് നമ്മൾ ഈ 40-ാം നാളിൽ നമ്മൾ ആ ചാരത്തിൻ്റെ സ്ഥാനത്ത് പുതിയ കുരുത്തോല പിടിച്ചുകൊണ്ട് പുതിയ ജീവിതത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയ്ക്ക് ഹൊസാന പാടുകയാണ്. ഈശോയെ നമ്മുടെ മിശിഹായായി, നമ്മുടെ രക്ഷകനായി ഏറ്റുപറയുകയാണ് ഈ ഹൊസാന പാടുന്നതിലൂടെ. ഹൊഷിയ ന എന്ന ഹെബ്രായ പദത്തിൽ നിന്നാണ് ഹൊസാന എന്നുള്ള പദം. ഹൊഷിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കണമേ, ന എന്ന് പറഞ്ഞാൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വത്തിൽ രക്ഷയുടെ പ്രതീകമാണ്. രക്ഷയെ ഓർമ്മപ്പെടുത്തുന്ന വാക്കാണ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഹൊസാന. ഇന്ന് നമ്മൾ കർത്താവിനെ ഹൊസാന പാടിക്കൊണ്ട് ജെറുസലേം ജനതയോട് ചേർന്ന് ഈശോയെ ഹൊസാന പാടിക്കൊണ്ട് നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തപസ്സുകാല ഒരു രൂപത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധവാരം ആരംഭിക്കാൻ പോവുകയാണ്. വിശുദ്ധവാരത്തിൻ്റെ ആരംഭം പീഡാനുഭവ ഞായറാണ്. അതാണിന്ന് പീഡാനുഭവ ഞായർ. അത് പൂർത്തീകരിക്കപ്പെടുന്നതോ അത് ഉത്ഥാനത്തിൻ്റെ ഞായറിലാണ്, ഈസ്റ്ററിലാണ്. അപ്പം പീഡാനുഭവ ഞായറിൽ ആരംഭിച്ച് ഈസ്റ്ററിൽ പൂർണ്ണമാകുന്ന വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ കടന്നു വരുക. നമ്മൾ ഈ ഓരോ വർഷത്തിലും, പ്രിയപ്പെട്ടവരെ, സാധാരണയായിട്ട് സുവിശേഷത്തിൽ നിന്ന് ഒരു വായനയെ കേൾക്കുക. എന്നാൽ ഇന്നേ ദിവസമാണെങ്കിൽ 2 വായന കേൾക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കുരുത്തോല പ്രദക്ഷിണത്തിന് മുന്നോടിയായി നമ്മൾ അന്ന് ജെറുസലേം ജനത ഇസ്രായേൽ ജനത്തെ ഹൊസാന പാടി എതിരേറ്റ സംഭവം നമ്മൾ വായിച്ചു കേൾക്കും. എന്നിട്ട് നമ്മുടെ ദിവ്യകുർബാനയിലോ നമ്മൾ പീഡാനുഭവ ചരിത്രമാണ് വായിച്ചു കേൾക്കുക. നമുക്കറിയാം 4 പീഡാനുഭവ ചരിത്രങ്ങളുണ്ട്. ഈ 4 പീഡാനുഭവ ചരിത്രങ്ങളും ഒരു വിധത്തിൽ നമ്മൾ ഈ വിശുദ്ധവാരത്തിൽ വായിച്ചു കേൾക്കുന്നുണ്ട്. ഓശാന ഞായറാഴ്ച എ വർഷത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന്, ബി വർഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന്, സി വർഷത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കും. അപ്പം ഇത്, പ്രിയപ്പെട്ടവരെ, എ വർഷമായതുകൊണ്ട് നമ്മൾ ഈ വർഷം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് പീഡാനുഭവ ചരിത്രം വായിച്ചു കേൾക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച വരുമ്പോഴോ അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേൾക്കുക. ഓശാന ഞായറിൽ ആൾക്കാർ കർത്താവിനെ ഓശാന പാടി എതിരേറ്റപ്പോൾ, ഞങ്ങളുടെ രാജാതിരാജനാണ് അങ്ങ്, ഞങ്ങളുടെ രക്ഷകനാണ് അങ്ങ്, ഞങ്ങൾ കാത്തിരുന്ന മിശിഹായാണ് അങ്ങ് എന്ന് ഏറ്റുപറഞ്ഞ കർത്താവിനെ സ്വീകരിച്ച അതേ ജനത, പ്രിയപ്പെട്ടവരെ, അവർ പ്രതീക്ഷിച്ചതുപോലെ ശത്രുക്കളെ കീഴടക്കുന്ന ഒരുവനായിട്ടല്ല, പിന്നെയോ ഒരു സമാധാന രാജാവായി, ഒരു ശുശ്രൂഷകനായി കടന്നു വരുന്ന രാജാവിനെയാണ് കണ്ടത്. തങ്ങളുടെ പ്രതീക്ഷ തെറ്റിച്ചതിലൂടെ ഒരു വിധത്തിൽ ഈ ജനത ദുഃഖവെള്ളിയാഴ്ച, പ്രിയപ്പെട്ടവരെ, വിളിച്ചു പറയുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന്. ഇപ്പോൾ നമ്മൾ ഈ 2 കാര്യവുമാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ച് കേൾക്കുക. ഒന്നാമത്തെ വായനയിൽ, തുടക്കത്തിലെ വായനയിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ അവർ ഹൊസാന പാടി എതിരേൽക്കുന്നതും, അതുപോലെ കുർബാനയിലെ പീഡാനുഭവം ഞായറല്ലോ അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്നതുമാണ് നമ്മൾ കേൾക്കുക.
നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷകൾ തെറ്റുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ പോലും ഈ രീതിയിൽ മറന്ന് നമ്മൾ ജീവിക്കാറുണ്ട്. കർത്താവിന് എതിരേറ്റവർ, ഓശാനാപാടി എതിരേറ്റവർ തങ്ങളുടെ പ്രതീക്ഷ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയപ്പോൾ മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി അവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ഓശാന ഞായറാഴ്ചത്തെ 2 സുവിശേഷ വായനകൾ തുടക്കത്തിലും അതേപോലെ ദിവ്യകുർബാനയിലും നമ്മൾ വായിച്ചു കേൾക്കുക. അപ്പം നമ്മൾ പീഡാനുഭവ ഞായറാണിന്ന്. അത് ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ളതാണ്. ഈസ്റ്റർ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഞായറാണ് എങ്കിൽ ഇതോ പീഡാനുഭവ ഞായറാണ്. നമ്മൾ ഞായറാഴ്ചകളിൽ മാത്രമാണ് നമ്മൾ ആചരിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, പീഡാനുഭവ ഞായർ. എന്നാൽ നമ്മൾ വിശുദ്ധ വാരത്തിലാണെങ്കിലോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയാണ് പീഡാനുഭവ ദിനമായി നമ്മൾ കൊണ്ടാടുന്നത്. അന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് പീഡാനുഭവ ചരിത്രം വായിച്ചു കേൾക്കുന്നത്. ഈ പീഡാനുഭവ ചരിത്രത്തിലൂടെ വെളിപ്പെടുന്ന ഈശോ നമുക്കെങ്ങനെ രക്ഷ നേടിത്തന്നു, തൻ്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും രക്ഷ നേടിത്തന്നു എന്ന് വെളിവാക്കപ്പെടുക. പൂർണ്ണമായും ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നമ്മൾ 2ാമത്തെ വായനയിൽ അതാണ് വായിച്ചു കേൾക്കുക. ഫിലിപ്പിയർക്കുള്ള ലേഖനം 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക. അവിടുന്ന് മരണത്തോളം, കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി മാറി. അങ്ങനെ അനുസരിച്ചുകൊണ്ട്, അനുസരണ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിക്കൊണ്ട്, അനുസരണക്കേട് മൂലം വന്ന പാപം, ആദവും ഹവ്വയും ചെയ്ത പാപം, അതിനെ പൊറുതി മനുഷ്യവർഗത്തിൻ്റെ കർത്താവ് നേടിക്കൊടുത്തു. എന്നിട്ടോ കർത്താവ് തൻ്റെ ജീവിതത്തെ തന്നെ സ്നേഹത്തിൽ സമർപ്പിക്കുക. മറ്റൊരു വേണ്ടി, സഹോദരന് വേണ്ടി, സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞവൻ മറ്റുള്ളവരുടെ ജീവനെടുത്ത പാപത്തിൽ നിന്ന്, കായേൻ ആബേലിനെ കൊന്നില്ലേ, ആ പാപത്തിൽ നിന്ന് മനുഷ്യവർഗത്തിന് പൊറുതി നേടിത്തന്നു, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചുകൊണ്ട്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷയേകുന്ന ചരിത്രമാണ് പീഡാനുഭവ ചരിത്രം. ഈശോ സ്നേഹിച്ചുകൊണ്ട്, മരണത്തോളം സ്നേഹിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, മരണത്തോളം അനുസരിച്ചുകൊണ്ട് കർത്താവ് ആദ്യത്തെ പാപത്തെ പോക്കുകയും നമുക്കെല്ലാം രക്ഷ നേടി തരികയും ചെയ്തു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, രക്ഷകനെ നമ്മൾ സ്വാഗതം ചെയ്തു. ആ രക്ഷകൻ നമുക്ക് വേണ്ടി എങ്ങനെ രക്ഷ നേടിത്തന്നു എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജനങ്ങൾ പാടുവാണ് ഹൊസാന. ഹൊസാന എന്നുള്ള പദം വരുന്നത് ഹൊഷിയ ന എന്ന ഹെബ്രായ പദങ്ങളിൽ നിന്നാണ്. ഹൊഷിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ദൈവമേ ഞങ്ങളെ രക്ഷിക്കൂ. ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രക്ഷ തേടുന്ന ജനം. അപ്പം നമ്മൾ ഈ കുരുത്തോലയും വഹിച്ചാണ് ആ ജനം ഈശോയെ എതിരേൽക്കുന്നത്. അത് മക്കബയരുടെ കാലത്തെ ഓർമ്മപ്പെടുത്തുക. മക്കബയുടെ കാലത്ത് ഗ്രീക്ക് ആധിപത്യത്തിൽ നിന്ന് മക്കബയ കുടുംബം, പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചപ്പോൾ ആ നേതാക്കളെ സ്വാഗതം ചെയ്യുവാൻ അവർ ഉപയോഗിച്ചത് കുരുത്തോലയാണ്. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റോമൻ ആധിപത്യത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ കടന്നു വരുന്ന കർത്താവ് എന്ന ഒരു ചിന്തയോടെ ഈശോയെ അവർ കുരുത്തോലകളുമായി അവർ എതിരേൽക്കുക, ഹൊസാന പാടുക, കുരുത്തോലയും വഹിച്ചുകൊണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ നമുക്ക് രക്ഷ നേടുന്ന, അപ്പം രക്ഷതാ എന്നുള്ളൊരു വിളിയാണ് ഹൊസാന എങ്കിൽ, ആ കുരുത്തോലകളോ കർത്താവ് നമുക്ക് രക്ഷ തരുന്നു എന്നതിൻ്റെ ഒരു പ്രതീകം കൂടെയാണ്. രക്ഷകനെ എതിരേൽക്കുവാൻ വേണ്ടിയാണ് കുരുത്തോല പ്രിയപ്പെട്ടവരെ അവർ എടുക്കുന്നത്. ഈശോയിലൂടെ വരുന്ന പുതിയ ജീവിതത്തെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. ഞങ്ങൾ ക്രിസ്തുവിൽ പുതുതാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള, ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വിജയം വന്നിരിക്കുന്നു, ക്രിസ്തുവിലൂടെ ഞങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഏറ്റുപറച്ചിലാണ് പ്രിയപ്പെട്ടവരെ അവിടെ. ഈശോനാഥൻ അന്ന് കടന്നു വന്നത് കഴുതപ്പുറത്താണ്. അപ്പം അവർ പ്രതീക്ഷിച്ചത് ഒരു കുതിരപ്പുറത്ത് വരുമെന്നാണ്. കാരണം അന്നത്തെ കാലത്ത് താൻ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന മൃഗം പോലും ആ രാജാവിൻ്റെ മനോഭാവത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു കുതിരപ്പുറത്താണ് കടന്നു വരുന്നത് എങ്കിൽ ശത്രു സംഹാരത്തിലൂടെ തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന രാജാവ്, അധിനിവേശത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ആ കുതിരപ്പുറത്ത് കടന്നു വരുന്നത്. എന്നാൽ ഈശോയാകട്ടെ കഴുതപ്പുറത്ത് കടന്നു വരുക. കഴുതപ്പുറത്ത് നമ്മൾ വായിക്കുന്നുണ്ട് സക്കറിയായുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, ഇതാ അവൻ
കഴുതയുടെ പുറത്തേറി കടന്നു വരുന്നു എന്ന്. സമാധാന രാജാവായി, എളിമയുടെ രാജാവായി, വിനീതനായി, ശുശ്രൂഷകനായി കടന്നു വരുന്ന നമ്മുടെ ദൈവം. ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ, ആ ഓശാന ഞായറാഴ്ച കർത്താവ് അധികാരത്തിൻ്റെ ചിന്താഗതി തിരുത്തിക്കുറിച്ചു. ക്രൈസ്തവർക്ക് അധികാരം മേലധികാരമല്ല, മറ്റുള്ളവരുടെ മേലുള്ള അധികാരമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അധികാരമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, അവർക്ക് രക്ഷയേകാൻ വേണ്ടി ഉള്ള ആ അധികാരമാണ്. അതാണ് ഈശോനാഥൻ അന്ന് ഈ കഴുതപ്പുറത്ത് കടന്നു വരുന്നതിലൂടെ വെളിവാക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അവർ മരച്ചില്ലകൾ റോഡിൽ വിരിച്ച്, വസ്ത്രങ്ങൾ വിരിച്ച് ഈശോയെ എതിരേറ്റ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് ഹല്ലേൽ സങ്കീർത്തനങ്ങളെയാണ്. 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനം. അതിൽ 118ാമത്തെ സങ്കീർത്തനം 24-25 വാക്യങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ഈ ഒസാന എന്നുള്ള ആ പദത്തിൻ്റെ അർത്ഥം വെളിവാകുന്നത്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. അപ്പം ഒരു വിധത്തിൽ ആ ഹല്ലേൽ ഗാനങ്ങൾ പാടിക്കൊണ്ട് കർത്താവിനെ അവർ എതിരേൽക്കുക. ഒരു വിധത്തിൽ തങ്ങളുടെ മഹാപുരോഹിതനാണ് ഈശോ, തങ്ങളുടെ ദൈവമാണ് ഈശോ എന്നുള്ള രീതിയിൽ ഒരു ആരാധനാ മനോഭാവത്തോടെ അവർ കർത്താവിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ, ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ നമുക്ക് കർത്താവിനെ നമ്മുടെ രാജാവായി സ്വീകരിക്കാം. ആരാണ് എൻ്റെ ജീവിതത്തിൽ ഭരണം നടത്തുന്നത്? അത് ഈശോയാണോ അതോ മറ്റുള്ളവരാണോ? അതേപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ അധികാരം പ്രയോഗിക്കുന്ന ആളാണ്. എൻ്റെ അധികാരം എങ്ങനെയാണ് ഞാൻ പ്രയോഗിക്കുക? അത് എളിമയിലൂടെയാണോ, ശുശ്രൂഷിക്കുന്നതിലൂടെയാണോ, അതോ അധികാരം ചെലുത്തുന്നതിലൂടെയാണോ? പ്രിയപ്പെട്ടവരെ, ഈ ലോക രാജാക്കന്മാർ മറ്റുള്ളവരുടെ രക്തം ചിന്തിക്കൊണ്ടാണ് ജനത്തെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, ഇവിടെയോ ഈശോ തൻ്റെ തന്നെ രക്തം ചിന്തിക്കൊണ്ട് നമ്മുടെ രക്ഷകനായി അവതരിക്കുക, വെളിപ്പെടുക എന്ന് നാം ഈശോയെ ഓശാന പാടി എതിരേൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ഇടവകയിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മുടെ മിശിഹായായി, നമ്മുടെ ദൈവമായി, നമ്മുടെ രാജാവായി, നമുക്ക് നമ്മുടെ നേതാവായി നമുക്ക് സ്വീകരിക്കാം. അവിടുന്ന് കടന്നു വന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഭരണം നടത്തട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു രാജാവാണ്. അവിടുത്തെ യാത്ര ഒരു കഴുതപ്പുറത്താണ്. അവിടുത്തെ സിംഹാസനം കുരിശാണ്. അവിടുത്തെ കിരീടമോ മുൾക്കിരീടമാണ്. അവിടുത്തെ രീതിയോ സ്നേഹത്തിൻ്റെ, എളിമയുടെ, ത്യാഗത്തിൻ്റെ, ശുശ്രൂഷയുടെ രീതിയാണ്. നമുക്ക് കർത്താവിനെ രാജാവായി സ്വീകരിക്കാം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തി രക്ഷയുടെ പാതയിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. അതേപോലെ നമുക്ക് നമ്മുടെ രക്ഷകനെ അനുകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്ത്, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാൻ തയ്യാറാകാം. നമ്മൾ ഓശാന പാടി കർത്താവിനെ എതിരേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ആ കർത്താവിനെ അനുകരിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക. നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ ലോകത്തിലേക്കും കടന്നു വരട്ടെ. ലോകത്തെ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് നയിക്കട്ടെ. യുദ്ധത്തിൻ്റെ ആ കെടുതികളൊക്കെ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അവരെല്ലാം നേതാക്കന്മാരൊക്കെ മാനസാന്തരപ്പെടാൻ, സമാധാനം എങ്ങ് സ്ഥാപിക്കപ്പെടാൻ, കർത്താവിൻ്റെ സാമ്രാജ്യമായി ലോകം പരിവർത്തനപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസാന ഞായറാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും താല്പര്യത്തോടെ, ഏറ്റവും ശ്രദ്ധയോടെ വിശുദ്ധ വാരത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമായ കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും നമുക്ക് കൊണ്ടാടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ. ആമേൻ.